ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഹാപ്പി ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ ഐക്കൂറയില്ലേ നെയ്മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരിമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാളയും 2 തക്കാളി റെഡിയാക്കി വൃത്തിയാക്കി കഴുകിയിട്ട് തക്കാളിയും അതുപോലെ തന്നെ സവാളയും ചെറിയ കഷ്ണങ്ങളായിട്ടും കൊണ്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ. എല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അടുപ്പത്തേക്ക് ഒരു പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചു. ആവശ്യത്തിനുള്ള ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ടേ ആ ഓയിൽ അങ്ങോട്ട് ചൂടായി വന്നപ്പോഴേക്കും ഒരു 1.5 ടീസ്പൂൺ കടുക് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. ആ കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്കും ആ കട്ട് ചെയ്ത് വെച്ച സവാളയും അതുപോലെ തന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണേ. ഇത് വഴറ്റണ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി അങ്ങോട്ട് എടുക്കാൻ പറ്റും. ആദ്യം ഏകദേശം ഒരളവിൽ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഇതേ വഴറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറണ വരെ അതങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ടൊന്നും കൂടി അങ്ങോട്ട് എടുക്കണേ. പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിരുന്നു. കാരണം അതല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളി അങ്ങോട്ട് ഇടണം. അപ്പം ഞാനിതിലേക്ക് ഇടണത് കുടംപുളിയാണ്. ഒരു 3 അല്ലി കുടംപുളി നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ കുടംപുളിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തു. അത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം. ഇതിനുള്ള തേങ്ങാപ്പാലേ തേങ്ങാപ്പാൽപ്പൊടി ഇവിടെ മേടിക്കാൻ കിട്ടും. ആ പാൽപ്പൊടി കലക്കിയിട്ടാണ് ഈ തേങ്ങാപ്പാൽ എടുത്തേക്കണത്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് ആ ഗ്രേവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ആ മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്ക് ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആ മീൻ അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ആ മീൻ അടച്ച് വെച്ചങ്ങോട്ട് വേവിച്ചെടുത്ത് അത് അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച തക്കാളി അങ്ങോട്ട് ഇടണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തിട്ടേ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കണേ. ആ തക്കാളി ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരാനായിട്ട് ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു തള വന്നവരെ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചിട്ടേ ആ എടുത്ത് വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ അത് റെഡിയായി വരുമ്പോഴേക്കും ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് മീൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാണ്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇതിലൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേ കുറച്ച് നേരം കൂടി അതങ്ങനെ അനക്കാണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചാറെല്ലാം അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ മീൻ കറിക്കൊന്ന് വെച്ചിട്ട് നല്ല അടിപൊളി സ്വാദാണ്. കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കരുതേ.